നമസ്കാരം. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് എനിക്ക് വ്യൂസ് കിട്ടാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടാത്തത്, ഇതിനെക്കുറിച്ച് നമുക്ക് വിശകലനം ചെയ്യാം. നമസ്കാരം. ഞാൻ എപ്പോഴും തുടങ്ങുമ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ് പറയാറ്. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ അല്ല, ടിപ്സാണ്. കാരണം എല്ലാവർക്കും പറ്റുന്ന അബദ്ധങ്ങൾ, എനിക്കും പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണ് അതെല്ലാം. ആ അബദ്ധങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇതിൽ പോയിന്റ് നമ്പർ 1, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടാവും. ഓക്കെ, പക്ഷേ അതിനകത്ത് നമ്മൾ വീഡിയോ ഏതിലെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. മിനിമം പേര് എല്ലാവരുടെയും മൊബൈലിൽ വന്നിട്ട് 60 FHD ഉണ്ടാവും. ആ 60 FHDയിൽ വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും വീഡിയോസ് എടുക്കേണ്ടത്. പിന്നെ അത് എടുക്കുമ്പോൾ വേറെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഷെയ്ക്ക് ആവരുത്. അതിന് എന്താ പറയുക, ഒരു അതിൻ്റെ പവിത്രത കളയരുത്. നമ്മൾ അതിൻ്റെ നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമ്മൾ അതിനെ എടുക്കണം. പോയിന്റ് നമ്പർ 2, നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പേര്, ചാനലിൻ്റെ പേര് ഒരു നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേരായിരിക്കണം. പിന്നെ അതുകൂടാണ്ട് നമുക്ക് വേണ്ട അതിനകത്ത് പർട്ടിക്കുലേഴ്സ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്യണം. അതായത് നമ്മളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് എഴുതേണ്ട കാര്യങ്ങളെല്ലാം എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഇടുന്നത്, കുക്കിംഗ് ചാനലാണോ അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ്സ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് അതിനകത്ത് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിരിക്കണം. പോയിന്റ് നമ്പർ 3, ഈ നമ്മൾ എടുക്കുന്ന വീഡിയോസ് ഒരു നല്ല ഒരു ആപ്പിലൂടെ വേണം നമ്മൾ അതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ നമ്മൾ എടുത്ത ക്ലാരിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ യൂട്യൂബ് തന്നെ നമുക്ക് തരുന്നുണ്ട്, ഒരു എഡിറ്റിംഗ് ആപ്പ് തരുന്നുണ്ട്, YT Create, യൂക്കട്ട് ഉണ്ട്, യൂക്കട്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്, VN ഉണ്ട്, ഏതിന് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ YT Createനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രണ്ട് ഇതിലൂടെയാണ് ഞാൻ ചെയ്തത്. ഞാൻ YT Createൽ ചെയ്തിട്ട് 4K ചെയ്യുമ്പോൾ അതിൻ്റെ ചില സമയങ്ങളിൽ വന്നിട്ട് അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാറുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, അതായത് 1 മിനിറ്റിൽ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് വോയിസ് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ YT Createലാണ് ചെയ്യാറ്. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് വോയിസ് ഒന്നും കൊടുക്കണ്ട, ഞാൻ ഡയറക്റ്റ് യൂട്യൂബിൽ കയറിയിട്ട് അതിൻ്റെ സോങ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ഡയറക്റ്റ് യൂക്കട്ടിലാണ് ചെയ്യുക. യൂക്കട്ടിലാകുമ്പോൾ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി കിട്ടാറുണ്ട് എനിക്ക്. ഞാൻ അതുകൊണ്ട് യൂക്കട്ടിൽ മാക്സിമം അതിലാണ് എഡിറ്റ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ YT Createൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 1 മിനിറ്റിൽ മേളിലുള്ള ലെങ്തി ആയിട്ടുള്ള ഷോർട്സ് ഇടാൻ പറ്റത്തില്ല. ഷോർട്സ് ഇടാൻ 3 മിനിറ്റ്സ് വരെയൊക്കെ ഇടാം. പക്ഷേ 1 മിനിറ്റ്സ് മേളിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക, സോങ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്തെങ്കിലും കൊടുക്കും, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും മ്യൂസിക് എൻ്റെ ഓവർപ്ലേ ആയിട്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനെയാണ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് YT Create തന്നെയാണ്. YT Createൽ വന്നിട്ട് നമുക്ക് ബാക്കിൽ മ്യൂസിക് കൊടുക്കാം. പക്ഷേ നമ്മൾ വേറെ ഒരു പ്രശ്നം കൂടി യൂട്യൂബിൽ തരുന്നുണ്ട്. നമ്മൾ യൂക്കട്ടിലെങ്ങാനും വേറെ എന്തെങ്കിലും ഒരു മ്യൂസിക് നമ്മൾ ഇടുകയാണെങ്കിൽ അത് കോപ്പിറൈറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഞാൻ YT Create ഉപയോഗിക്കുന്നത്. പോയിന്റ് നമ്പർ 4, സ്ഥിരം എല്ലാവർക്കും സംഭവിക്കുന്ന തെറ്റുകളാണ്. വീഡിയോ എല്ലാം നല്ലപോലെ എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുമ്പോൾ അതിന് എന്താണ് ഹെഡ്ലൈൻ കൊടുക്കുക, അതായത് അതിന് എന്താണ് ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ ഭയങ്കര കൺഫ്യൂസ് വരും. എപ്പോഴും ഇണങ്ങുന്ന രീതിയിലായിട്ടുള്ള, കാരണം എപ്പോൾ എന്തിനെക്കുറിച്ചാണ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് മാത്രമേ ഇടാവൂ. ഒരിക്കലും അതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കുമ്പോൾ വൈറൽ വീഡിയോ എങ്ങനെയാണ് കൊടുക്കാൻ പാടില്ല. കാരണം വൈറൽ വീഡിയോ എന്ന് കൊടുക്കുന്നതിനെല്ലാം ചിലർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് വന്നിട്ട് നമ്മളുടെ വീഡിയോയും വന്നിട്ട് ആരെങ്കിലും നോക്കുമ്പോൾ അത് വൈറലാകും എന്ന്. പക്ഷേ അങ്ങനെ ആകാൻ ചാൻസ് ഒന്നുമില്ല കേട്ടോ. കാരണം യൂട്യൂബ് അങ്ങനെ അത് പ്രൊമോട്ടൊന്നും ചെയ്യുന്നില്ല. യൂട്യൂബ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിടുന്ന വീഡിയോ നമ്മളുടെ വ്യൂവേഴ്സിലേക്കാണ് ആദ്യം എത്തിക്കുന്നത്. ആദ്യം നമ്മുടെ വ്യൂവേഴ്സിലേക്കാണ് ആദ്യം എത്തിക്കുന്നത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക്. അവരാണ് നമ്മളുടെ വീഡിയോസിനെ ആദ്യം വിജയിക്കുക. ആദ്യത്തെ ഒരു 8 സെക്കൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വീഡിയോ അതിനകത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം അതിൽ 2 സെറ്റിങ്സ് മാത്രം നമുക്ക് അതിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒന്ന് വന്നിട്ട് ഏറ്റവും മേളിൽ വന്നിട്ട് ഒരിക്കലും അത് പബ്ലിക് ചെയ്യരുത്. അപ്പോൾ അതിന് ആദ്യം ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് അത് എന്തിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൽ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം വീഡിയോ അപ്ലോഡ് എല്ലാ ടൈറ്റിലും നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലെല്ലാം എഴുതിയതിന് ശേഷം
ബാക്കി എന്തൊക്കെയാണ് അതിൻ്റെ ഹാഷ്ടാഗും എന്തൊക്കെയാണ് നമ്മൾ ടാഗ് ചെയ്ത് അല്ലെങ്കിൽ ട്രാവലും അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി വ്ളോഗ്സ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ എന്താണ് കണ്ടന്റ്, ആ കണ്ടന്റ് എന്താണെന്ന് ഇട്ടതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം താഴെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അത് സിമ്പിളായിട്ട് അത് ഏറ്റവും ലാസ്റ്റാണ് നമ്മളത് ടാഗ് ആഡ് ചെയ്യുന്നത്. YT സ്റ്റുഡിയോയിലാണ് നമുക്കത് ആ 2 സെറ്റിങ്സും നമുക്ക് ഓൺ ചെയ്യേണ്ടത്. പോയിന്റ് നമ്പർ 5, സ്ഥിരം എല്ലാവർക്കും സംഭവിക്കുന്ന കോമൺ ആയിട്ടുള്ള തെറ്റുകളാണ്. എന്താ പറയുക, സബ്സ്ക്രൈബ് നമ്മളുടെ അറിയാവുന്ന ആൾക്കാർക്ക് നമ്മളെ പിടിച്ചത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കരുത് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മാത്രം നമ്മളുടെ ചാനൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഉപയോഗമാണ്. കാരണം നിങ്ങൾ അറിയുന്ന കൂട്ടുകാരെയും ഇവരെല്ലാം നമ്മൾ എന്താ പറയുക നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യും. കാരണം അവർക്ക് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് ചിലപ്പോൾ കാണാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കും. എനിക്ക് പറ്റിയ ഒരു മെയിൻ അബദ്ധം അതാണ്. ഞാൻ എൻ്റെ കാണുന്ന കൂട്ടുകാരെയും അവിടെ എല്ലാവരെയും പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഏകദേശം 400-500 സബ്സ്ക്രൈബേഴ്സിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇടുന്ന വീഡിയോ ആദ്യം എത്തുന്നത് ഈ സബ്സ്ക്രൈബേഴ്സിലാണ്. അപ്പോൾ ഇവർക്കത് ചിലപ്പോൾ ഞാൻ ഇടുന്ന ഭാഷ ചേർക്ക് അവർക്ക് ദഹിക്കലുണ്ടാവില്ല. അപ്പോൾ അവരത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളയും. അപ്പോൾ അത് വലിയൊരു പ്രോബ്ലമാണ്. പോയിന്റ് നമ്പർ 6 എന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു തെറ്റുകളാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളെ വീഡിയോ നമ്മൾ തന്നെ ആദ്യം കാണും. ഫസ്റ്റ് നമ്മളായിരിക്കും കാണുക എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത്. പിന്നെ അത് കൂടാണ്ട് ഒരിക്കലും വീഡിയോ വന്നിട്ട് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കരുത്. ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് വളരെ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് യൂട്യൂബ് വന്നിട്ട് പ്രൊമോട്ട് ചെയ്യത്തില്ല. ഓക്കെ, ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മുടെ വീഡിയോ നമ്മൾ കാണരുത്. ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക്, എത്ര നേരം വരേക്കും നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പാടില്ല. മിനിമം ഒരു 24 hours കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ വീഡിയോ ആണെങ്കിൽ നിങ്ങളെടുത്ത് മൊബൈലിലെടുത്ത് നോക്കി കാണുക. ഓക്കെ, അടുത്ത 7ാമത്തെ ഒരു പോയിന്റാണ് എപ്പോൾ അപ്ലോഡ് ചെയ്യണം വീഡിയോ. നിങ്ങൾ ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് എപ്പോഴാണ് ആക്റ്റീവായിട്ടിരിക്കുന്നത് അത് നമ്മൾ അറിയണം. കാരണം മാക്സിമം എല്ലാവരും ഡേ ടൈമിലെല്ലാം ജോലിക്കും ഇങ്ങനെയൊക്കെ പോകുന്ന കാരണം ബിസി ഷെഡ്യൂളായിരിക്കും. അതുകൊണ്ട് മാക്സിമം ഒരു 6:30 to 7:30, ഞാൻ എപ്പോഴും മാക്സിമം 6:30 to 7:30 ആണ് എൻ്റെ വീഡിയോസ് ഞാൻ വന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ആ ഒരു 7:30 വന്നിട്ട് നിങ്ങളുടെ ടൈം എത്ര മണിയാണെന്ന് നിങ്ങൾ നോക്കണം. കാരണം നിങ്ങളുടെ വ്യൂവേഴ്സ് എപ്പോഴാണ് നിങ്ങൾ ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്നത്. കാരണം ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ വീഡിയോസ് ഇപ്പം ഈ ഇടയ്ക്ക് കുറേ വീഡിയോസ് എല്ലാം വന്നിട്ട് അൺടൈമിലാണ് ഇടാൻ നോക്കി. രാത്രി 12 മണിക്ക്, പിന്നെ നട്ടുച്ചയ്ക്ക് ഏകദേശം ഒരു 12 മണിക്ക്, തിരിച്ച് ഉച്ചയ്ക്ക് ഇടും, പിന്നെ രാവിലെ ഒരു 10:30, പിന്നെ 4 മണി. ഈ ടൈമിലെല്ലാം ഇടുമ്പോൾ വ്യൂസ് നമുക്ക് കിട്ടുന്നില്ല. നല്ല വീഡിയോസ് ആയിരിക്കും, പക്ഷേ അതിന് വ്യൂസ് വളരെ കുറവാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ വ്യൂവേഴ്സ്, അതായത് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴാണ് ആക്റ്റീവായിട്ട് ഇരിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങളെ അറിയേണ്ടത് വളരെ പ്രധാനമാണ്. ഞാൻ മാക്സിമം ചൂസ് ചെയ്യുന്നത് 6:30 to 7:30. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം IPL എല്ലാം നടക്കുന്നുണ്ട്. 7:30 ആകുമ്പോൾ IPL സ്റ്റാർട്ടാകും. അപ്പോൾ കുറേ ആൾക്കാർ IPL ബിസി ആയിട്ടിരിക്കും. അതുകൊണ്ട് ചിലർ കാണാനായിട്ട് സ്കിപ്പാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയം വരുമ്പോൾ അതനുസരിച്ച് പുറകിലേക്ക് ടൈം കുറച്ച് റീഷെഡ്യൂൾ ചെയ്യുക, അതനുസരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അടുത്ത പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോയ്ക്ക് നല്ല ഒരു കണ്ടന്റ്, അതിനകത്തൊരു നല്ലൊരു സബ്ജക്റ്റ്, നല്ലൊരു മെസ്സേജ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള വീഡിയോസാണ് ആൾക്കാർ കൂടുതൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മാക്സിമം നിങ്ങളുടെ വീഡിയോസിന് ഷോർട്സ് ഇടുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 7 to 8 seconds വെച്ച് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് നിങ്ങൾ പ്രേരിപ്പിക്കണം. അന്ന് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വ്യൂസും കൂടത്തുള്ളൂ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതിൽ നല്ലൊരു കണ്ടന്റ് ഉണ്ടാവണം. ആ കണ്ടന്റ് അവസാനം അവർക്കൊരു ഉപയോഗപ്രദമായിരിക്കണം. കാരണം കാണുമ്പോൾ നല്ല കണ്ണിന് കുളിർമയും കാഴ്ചയും അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജ് അതിനകത്ത് കൊടുക്കണം. ഇപ്പോൾ അടുത്ത പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭയങ്കര ഫീലിംഗ് വരും, ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടു, നല്ലൊരു കണ്ടന്റ് ഇട്ട്, എനിക്ക് വ്യൂസ് വരുന്നില്ല, ഞാൻ എന്ത് ചെയ്യുക, ആ വീഡിയോ വന്നിട്ട് ഡിലേറ്റ് ചെയ്തേക്കാം. നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ തെറ്റുകൾ ചെയ്യരുത്. കാരണം ഒരിക്കലും നിങ്ങളുടെ ഇട്ട് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ കൂടുതൽ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുക.
അപ്പോൾ നിങ്ങൾ ഒരിക്കലും അതിൽ 2 മണിക്കൂറും 3 മണിക്കൂറും കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും നിങ്ങളുടെ വീഡിയോസിനായിട്ട് നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യരുത്. ഓക്കെ, അത് ഒരു 3 മണിക്കൂറെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ വീഡിയോ വന്നിട്ട് അങ്ങനെ നല്ല റണ്ണായി ഏകദേശം നല്ല വ്യൂസിലേക്ക് വന്നിട്ട് പോവുക. കാരണം എനിക്ക് അങ്ങനെ കുറേ അബദ്ധങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എന്ത് ചെയ്യും, നല്ല വീഡിയോ എല്ലാം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ നേരത്തെ പറഞ്ഞ തെറ്റുകൾ പോലെ ആദ്യം എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ തന്നെ ആദ്യം കാണും. അല്ല എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്ന നോക്കും, പിന്നെ അതെന്ത് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഇത് കൊള്ളത്തില്ല ഡിലീറ്റ് ചെയ്തേക്കാൻ വേണ്ടി ഞാൻ അങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ ചൂസ് ചെയ്തായിരുന്നു. അതെനിക്ക് ഭയങ്കര കുറച്ച് പ്രോബ്ലംസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മൾ കാണാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഒരു യൂട്യൂബ് ഒരു ദിവസം 3 നോട്ടിഫിക്കേഷനാണ് അയക്കുന്നത്. അപ്പോൾ ഒരു ദിവസം മാക്സിമം നിങ്ങൾ ഒരു വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക. ഒന്നിൽ കൂടുതൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അത്ര റീച്ചിലേക്ക് എത്തത്തില്ല. അതുകൊണ്ട് മാക്സിമം ഒരു വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ചാനൽ എത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ 5 ഷോർട്സ് ഇടുക, ഒരു ലെങ്തി വീഡിയോ ഇടുക. അടുത്ത പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം സ്റ്റുഡിയോയിൽ കയറിയിട്ട് എത്ര വ്യൂസ് ആയി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പം നിങ്ങൾ ഇടുന്ന വീഡിയോസിന് എന്തെങ്കിലും കമൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ വന്നിട്ട് ഡിലീറ്റ് ചെയ്യരുത്. അതിൻ്റെ പേഷ്യൻസിൽ തന്നെ നിങ്ങൾ അതിനെ റിസീവ് ചെയ്യണം. കൂടാണ്ട് നല്ല കമൻറ്റ്സ് വരുന്ന അതിനെ റിപ്ലൈയും അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കണം. ഒരിക്കലും വന്നിട്ട് നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് എത്ര വ്യൂസ് ആയി എന്ന് പറഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്യരുത്. ഒരിക്കലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം മിനിമം യൂട്യൂബിന് ഒരു 3 to 4 hours വേണ്ടി വരും. കാരണം എനിക്ക് അങ്ങനെ കുറേ ഇത് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അത്രയ്ക്ക് വലിയ കണ്ടൻറ്റൊന്നും ഇല്ലാതെ ഇട്ട എൻ്റെ ചാനലിൽ തന്നെയുണ്ട് ഒരു റോസയുടെ മരം. ഏകദേശം ഞാൻ എൻ്റെ ചാനൽ കിടപ്പുണ്ട്. ആ റോസയുടെ മരത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ലായിരുന്നു. ഇത് നോർമലായിട്ട് ചെയ്തൊരു വീഡിയോ. അപ്പോൾ ചെയ്തപ്പോൾ ആദ്യത്തെ ഒരു 2-3 hours വന്നാൽ എനിക്ക് ഒരു 300 പേരാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് സ്ഥിരം പോകുന്ന കണക്കങ്ങ് പൊയ്ക്കോളും, അത്രേ ഉണ്ടാവുള്ളൂ, മാക്സിമം ഒരു 1K വരെ അടുത്ത് വരയ്ക്കും പോകും എന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ ഒരു 3 hours ശേഷം അത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഇങ്ങനെയുള്ള സംഭവിക്കുമെന്ന് ഞാൻ കൂടി കരുതിയില്ല. അത് വിത്തിൻ ഒരു 24 hours ഒരു മാക്സിമം 12K അടുത്ത് വരയ്ക്കും പോയി. ഏറ്റവും കൂടുതൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ്സ് എല്ലാം കിട്ടിയത് ആ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ ആ ഒറ്റൊരു വീഡിയോയിൽ എനിക്ക് ഏകദേശം ഒരു 100 വ്യൂവേഴ്സിനെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, അങ്ങനെ അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കൽ നിങ്ങൾ ഇത് ഇട്ടതിന് ശേഷം ഒരു 3-4 മണിക്കൂറിൽ നിങ്ങളുടെ വീഡിയോനെ വിലയിരുത്തരുത്. അതിനുവേണ്ടി അതിൻ്റെ സമയം കൊടുക്കണം. ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അത് റണ്ണായി നിങ്ങളുടെ യൂട്യൂബ് എന്തെങ്കിലും വേറെ ഈ വ്യൂവേഴ്സിലേക്ക് വന്നിട്ട് നിങ്ങളുടെ വീഡിയോ എത്തിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അത് നിങ്ങളുടെ വീഡിയോ കാണാനും അത് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വളരെ സഹായമാകും. അപ്പോൾ അടുത്ത പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, പോയിൻ്റൊന്നുമില്ല, പോയിൻ്റെല്ലാം തീർന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്തു. അതുപോലെ റീച്ച് ആകട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ എവിടെ പോകുന്നു നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല. കൂടാണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ചാനൽ തുടങ്ങാനായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതലും സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. പിന്നെ കൂടാണ്ട് അടുത്ത എനിക്ക് പറയാനുള്ള എൻ്റെ കാര്യങ്ങളാണ്. എന്താ പറയുക, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തായാലും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതാണ്. അതുവരെയ്ക്കും ബൈ ബൈ.